ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. മഴമേളം എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കമലയെയും വിമലയെയും മറന്നിട്ടില്ലല്ലോ. കഥ പറയാം. ആരൊക്കെയാണ് പുഴക്കരയിൽ നിൽക്കുന്നത്? കമലയും വിമലയും. മറ്റാരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ആരാണ്? ഒരു ഉറുമ്പുണ്ട്. പിന്നെയോ പൂക്കളുണ്ട്, പുല്ലുണ്ട് അല്ലെ? ചേമ്പിലയിൽ കണ്ടോ നിങ്ങള് മഴത്തുള്ളികൾ വീണ്ടെടുക്കുന്നത്? ഇപ്പോ എന്താണ് അവര്? ഈ കഥ നമുക്ക് എങ്ങനെ പറയാം? ഒരു കുഞ്ഞനുറുമ്പ് പുഴക്കരയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. പുഴക്കരയില് കമലയും വിമലയും ഉണ്ട് കേട്ടോ, അത് മറക്കരുതേ. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലൊരു കുരുവി ഉണ്ട്. കുരുവി ചോദിക്കുകയാണ്, മണിയനുറുമ്പേ എങ്ങോട്ടാ? അപ്പോ മണിയനുറുമ്പ് എന്താണ് പറഞ്ഞത്? അക്കരെ എത്തണം, അമ്മയെ കാണണം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ടങ്ങനെ നടക്കുമ്പോ മണിയനുറുമ്പ് ദാ ബ്ലും വെള്ളത്തിലേക്ക് വീണു. ഇനി എന്തും ചെയ്യാ? മണിയനുറുമ്പ് ഇങ്ങനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങി. നമ്മുടെ കമലയും വിമലയും ഇതൊക്കെ കാണുന്നുണ്ട്. അവർ ഓടി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം. എങ്ങനെയാവും കമലയും വിമലയും മണിയനുറുമ്പിനെ സഹായിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാവും? ഇലയിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? കുഞ്ഞുറുമ്പല്ലേ, അതിന് ഇലയിലൊക്കെ കയറിയാലൊക്കെ രക്ഷപ്പെടാം അല്ലെ? ഇലയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരക്കമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. മരക്കമ്പൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. പക്ഷേ കമലയും വിമലയും ഒരു കൊച്ചു തോണി ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് തോണി ഉണ്ടാക്കാൻ അറിയോ കൂട്ടുകാരെ? നിങ്ങൾ ഇന്ന് തന്നെ അമ്മയോട് ചോദിച്ച് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ അത് ഉണ്ടാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇക്കരെ നിന്നും അക്കരയ്ക്കൊരു തോണി തുഴയുന്നു. തോണി തുഴയുന്നതാരെന്നറിയാമോ? മണിയനുറുമ്പാണ്. കേട്ടോ മണിയനുറുമ്പാണ്. ഇക്കരെ നിന്നും അക്കരയ്ക്കൊരു തോണി തുഴയുന്നു. തോണി തുഴഞ്ഞതാരെന്നറിയാമോ? മണിയനുറുമ്പാണ്. കേട്ടോ മണിയനുറുമ്പാണ്. അമ്മയെ കാണുവാൻ അക്കരെ എത്തുവാൻ തോണി തുഴയുന്നു. തോണി തുഴയുന്നതാരെന്നറിയാമോ? മണിയനുറുമ്പാണ്. കേട്ടോ മണിയനുറുമ്പാണ്. അമ്മയെ കാണുവാൻ അക്കരെ എത്തുവാൻ തോണി തുഴയുന്നു. തോണി തുഴയുന്നതാരെന്നറിയാമോ? മണിയനുറുമ്പാണ്. കേട്ടോ മണിയനുറുമ്പാണ്. അങ്ങനെ നമ്മുടെ മണിയനുറുമ്പ് കുഞ്ഞു വള്ളത്തിലൊക്കെ കയറി അമ്മയുടെ അടുത്തെത്തിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടായോ? ഈ കഥ നിങ്ങള് നിങ്ങളുടെ വീട്ടില് അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്